ഹരിയുണ്ട് പേട്ടയിൽ നിന്നും. ഹരി, ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ പേട്ടയിൽ വാസുവിൻ്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഒരിടത്ത് കാണുന്നത്, ഒരിടത്ത് പത്മകുമാറിൻ്റെ വീട്ടിലെ ദൃശ്യങ്ങളാണ്. അപ്പോൾ രണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ബെല്ലാരി ഗോവർദ്ധൻ്റെയും ഒക്കെ ഇടങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടക്കുകയാണ്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ വീടിനുള്ളിലുണ്ട്, രേഖകൾ പരിശോധിക്കുകയാണ്. അവിടെ വാസുവിൻ്റെ കുടുംബാംഗങ്ങളുണ്ട് ആ വീട്ടിൽ, അല്ലേ? തിരുവനന്തപുരത്ത് 3 ഇടങ്ങളിൽ നടക്കുന്ന റെയ്ഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റെയ്ഡാണ് തിരുവനന്തപുരം പേട്ടയിൽ മുൻ ദേവസ്വം കമ്മീഷണറും മുൻ ദേവസ്വം പ്രസിഡന്റുമായിട്ടുള്ള എൻ വാസുവിന്റെ വീട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 വാഹനങ്ങളിലായി എത്തിയ ഇ ഡി ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അകത്ത് റെയ്ഡ് നടക്കുന്നത്. നമുക്ക് പുറത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാം. ഏറെ നേരമായി ഉദ്യോഗസ്ഥർ അകത്ത് തന്നെ ഉണ്ട്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വീട് കൂടിയാണ്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയിലേക്ക് നയിച്ചിട്ടുള്ള തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസുവിൻ്റെതാണ്. അതുകൊണ്ട് തന്നെ എൻ വാസുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധന വളരെ നിർണായകവുമാണ്. മുൻപ് SIT സമാനമായിട്ടുള്ള ഒരു പരിശോധനയൊക്കെ തന്നെ വാസുവിന്റെ പേട്ടയിലെ വീട്ടിൽ നടത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആദ്യമായി നടത്തുന്ന റെയ്ഡാണ് എന്നുള്ളതാണ്. ഇതിൽ ഏതെങ്കിലും നിലയിൽ അനധികൃത സ്വത്ത് സമ്പാദനം, വരവിൽ കവിഞ്ഞ സ്വത്ത്, അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ, അതിന്റെ തെളിവുകൾ, രേഖകൾ ഒക്കെ തന്നെ ലഭിക്കുമോ എന്നുള്ളതാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. വാസു ദേവസ്വം കമ്മീഷണർ ആയിരിക്കുന്ന സമയത്താണ് നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവും പാളികൾ കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ഉത്തരവൊക്കെ തന്നെ ഉണ്ടാകുന്നത്. പിന്നീട് ദേവസ്വം പ്രസിഡന്റായി വാസു മാറുകയായിരുന്നു. അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ, അതായത് SIT സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം വാസു ദേവസ്വം കമ്മീഷണർ ആയിരുന്ന കാലത്തെയും ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന കാലത്തെയും കൂടുതൽ ഇടപാടുകൾ പരിശോധിച്ചിരുന്നു. ഇത്തരത്തിലൊക്കെ തന്നെയുള്ള ഇടപാടുകൾ ഇപ്പോൾ ECIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം EDയും പരിശോധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ED പരിശോധിക്കുന്നത് വരവിൽ കവിഞ്ഞ ഏതെങ്കിലും നിലയിൽ സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടോ, അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള രേഖകൾ ഇനി കണ്ടെത്തേണ്ടതുണ്ടോ എന്നുള്ള കാര്യമാണ്. അതായത് SIT വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വീട്ടിൽ നിന്ന് ഈ പ്രതികളുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളതാണ് ഈ ED പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങളെത്തും. സാധാരണ EDയുടെ കേസുകളിലെല്ലാം തന്നെ അത്തരമൊരു നീക്കമാണ് ഉണ്ടാകാറുള്ളത്. സ്വത്തുക്കൾ കണ്ടുകെട്ടിക്കൊണ്ട് അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ചില പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ SIT ഫ്രീസ് ചെയ്തിട്ടുണ്ട്, അതായത് മരവിപ്പിച്ചിട്ടുണ്ട്. ഇനി പക്ഷേ അതിനപ്പുറത്തേക്ക് സ്വത്തുക്കൾ കണ്ടുകെട്ടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് SITക്ക് എന്തായാലും നിലവിൽ പോകാൻ കഴിയില്ല. പക്ഷേ അത് EDയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു നടപടി നീക്കമാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറെ നേരം തന്നെ എടുത്തുകൊണ്ടുള്ള പരിശോധന, അതായത് വിശദമായ പരിശോധന തന്നെ EDയുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട പരിശോധനകൾ 3 നടക്കുന്നത് തിരുവനന്തപുരത്താണ്. അതിലൊന്ന് കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്ത വീട്ടിൽ 2 മുൻ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായിരുന്ന വാസുവിന്റെ തിരുവനന്തപുരം പേട്ടയിലെ വീട്ടിൽ, മറ്റൊന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത്. ഇത്തരത്തിൽ ഈ 3 കേന്ദ്രങ്ങളിൽ, കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കേന്ദ്രങ്ങളിലാണ് ഈ പരിശോധന തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്ന പരിശോധനയൊക്കെ തന്നെ കൂടുതലായി ഏറ്റവും നിർണായകമായ രേഖകൾ എന്തെങ്കിലും ലഭിക്കുമോ എന്നുള്ള പരിശോധന കൂടിയാണ് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഈ വീടുകളിൽ നടക്കുന്ന പരിശോധനയിൽ കൂടുതലായിട്ട് തെളിവുകൾ അല്ലെങ്കിൽ കൂടുതലായി എന്തെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം കേസ് രജിസ്റ്റർ ചെയ്ത് SIT അന്വേഷണം നടന്ന SITയുടെ പരിശോധനയൊക്കെ കഴിഞ്ഞ് കുറെ നാളുകളായി. SIT രജിസ്റ്റർ ചെയ്ത കേസിലുള്ളത് ഹരി, നമുക്കൊപ്പം റോഷിപാൽ കൂടിയുണ്ട്. റോഷിപാൽ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ വീടുകളിൽ, ആറന്മുളയിൽ പത്മകുമാറിന്റെ വീട്ടിലും പേട്ടയിൽ എൻ വാസുവിന്റെ വീട്ടിലും ED ഒരേ സമയം റെയ്ഡ് നടത്തുന്നു. ഇതടക്കം 21 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്ന റെയ്ഡിന്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കൊടുക്കാം. ഇത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് ഒരിടത്ത് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അവിടെയും അത് രാവിലെ തന്നെ ഏകദേശം ഒരേ സമയത്ത് തന്നെ റോഷി 21 ഇടങ്ങളിലേക്കും SIT സംഘം എത്തുകയായിരുന്നു. ഇവരിൽ പല പ്രതികളുടെയും വീടുകളിൽ നേരത്തെ SIT റെയ്ഡ് നടത്തുകയും ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടത്തുന്ന റെയ്ഡ് 2019 രേഖകളടക്കം പരിശോധിച്ചുകൊണ്ടാണ് SIT ED റെയ്ഡ് നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 2025 ഇടപാടുകളും ED പരിശോധിക്കാനുള്ള സാധ്യതയാണോ നമ്മൾ കാണുന്നത്? ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്, വാസുവിന്റെ പേട്ടയിലെ വീട്ടിലെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒരേ സമയം 21 ഇടങ്ങളിലാണ് കൊച്ചി, കോഴിക്കോട്, ബാംഗ്ലൂരു, ചെന്നൈ എന്നീ 4 ഇടങ്ങളിൽ നിന്നുള്ള യൂണിറ്റുകളാണ് ബാങ്ക് അക്കൗണ്ട്, ആസ്തി വിവരങ്ങളൊക്കെ പരിശോധിക്കുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധന നടത്തുന്നത് 2019 ഇടപാടുകൾ പരിശോധിക്കുക, ഇതിലെ ഔദ്യോഗിക രേഖകൾ പരിശോധിക്കുക. അതല്ലാതെ മറ്റേതെങ്കിലും കാര്യങ്ങൾ അവിടെ പരിശോധിക്കാനില്ലല്ലോ. രേഖകളാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ഇപ്പോൾ ED പരിശോധിക്കുക, അല്ലേ റോഷി? അനുകുമാർ, ഏതാണ്ട് 7 മണി കഴിയുമ്പോഴത്തേക്ക് തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ
ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നു. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അവർ ഉദ്യോഗസ്ഥന്മാർ പ്രധാന കെട്ടിടത്തിൽ, ദേവസ്വം ബോർഡ് അധ്യക്ഷൻ ഉൾപ്പെടെ ഉള്ള അവരുടെ ഓഫീസ് ഉള്ള കെട്ടിടത്തിലാണ് പരിശോധന തുടങ്ങിയത്. ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ഓഫീസ് തുറന്ന് ഫയലുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂറിലേറെയായി ഇപ്പോൾ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് കനത്ത സുരക്ഷാ സന്നാഹവുമുണ്ട്. കേന്ദ്ര സേനയുടെ, സായുധ സേനയുടെ സുരക്ഷാ സന്നാഹത്തിലാണ് ഈ പരിശോധന തുടരുന്നത്. ഏതാണ്ട് നമുക്ക് ഇപ്പോൾ പുറത്തുനിന്നും ദൃശ്യങ്ങൾ കാണുന്ന 2 വാഹനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ പരിശോധനയ്ക്ക് എത്തിച്ചേർന്നത്. ഈ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട രേഖകൾ അവർക്ക് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പരിശോധനയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നതും. അങ്ങനെ ആ രേഖകൾ പരിശോധിച്ച് അവിടെയുള്ള തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥന്മാർ. ഇനി ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ കൂടി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് അധ്യക്ഷനെ ഉൾപ്പെടെ വിളിച്ചു വരുത്തിയേക്കും എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണ് ഏറ്റവും ഒടുവിലുണ്ടായിരുന്ന PS പ്രശാന്ത് ഉൾപ്പെടെ അധ്യക്ഷനും അന്നത്തെ ഭരണസമിതി അംഗങ്ങളെ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് വിളിച്ചു വരുത്താനോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഉൾപ്പെടെയുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ വർഷം വരെയുള്ള, ഏറ്റവും ഒടുവിൽ വരെയുള്ള ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളും പരിശോധിക്കാൻ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തീരുമാനിച്ചത് എന്ന വിവരങ്ങളും പുറത്തുവരുന്നു. സുപ്രധാനമായ പരിശോധനയാണ് തിരുവനന്തപുരത്തെ ഈ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്നത്. ഈ പരിശോധനയിൽ രേഖകൾ ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊണ്ടുപോകാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ശബരിമല ദേവസ്വത്തിൽ അവിടെ നടന്ന സ്വർണ്ണക്കൊള്ള, അവിടെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയത്, അതുപോലെയുള്ള ഓരോ കാര്യങ്ങളും, ആ മഹസർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. അരമണിക്കൂർ പിന്നിടുകയാണ് പരിശോധന. നിലവിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ മാത്രമാണ് വിളിച്ചു വരുത്തിയത്. ദേവസ്വം ബോർഡിലെ പ്രധാനപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തിയാണ് പരിശോധന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരംഭിച്ചതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാന കെട്ടിടത്തിൽ ഇപ്പോഴും പരിശോധന തുടരുന്നുണ്ട്. മറ്റ് ഇടങ്ങൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട രേഖകൾ സൂക്ഷിച്ച ഓഫീസുകളിൽ മാത്രമായിരിക്കും പരിശോധന നടക്കുക. ആ തട്ടിപ്പിന്റെ വ്യാപ്തി കണ്ടെത്തുക, അത് മനസ്സിലാക്കുക എന്നതാണ് ഈ പരിശോധനയുടെ ഉദ്ദേശം. 21 ഇടങ്ങളിൽ പരിശോധന നടക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരിശോധന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്നതാണ്. കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങൾ എടുത്തത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. ആ തീരുമാനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. പുളിമാത്ത് ED പോറ്റിയുടെ വീട്ടിൽ റെയ്ഡിനെത്തിയപ്പോ പോറ്റിയുടെ വീട്ടിൽ ആളില്ല. പോറ്റി EDക്ക് വീട്ടിൽ കയറാനായിട്ടില്ല. ഗേറ്റിന് പുറത്ത് ED സംഘം കാത്തു നിൽക്കുകയാണ് പുളിമാത്ത് പോറ്റിയുടെ വീട്ടിൽ. കാരണം വീട്ടിലുള്ളവരൊക്കെ ബന്ധുവീടുകളിലാണ് എന്ന് അയൽക്കാർ ED ഉദ്യോഗസ്ഥരെ അറിയിച്ചു. ഉദ്യോഗസ്ഥർ അയൽ വീടുകളിൽ നിന്ന് വിവരങ്ങൾ തേടുകയാണ്. പുളിമാത്തിൽ പോറ്റിയുടെ അമ്മയും പോറ്റിയുടെ സഹോദരി താമസിച്ചത് വെഞ്ഞാറമ്മൂടാണ്. അപ്പോൾ പോറ്റിയുടെ അമ്മ അവിടെ വന്നപ്പോൾ, അല്ലെങ്കിൽ ഈ പുളിമാത്തിൽ 4 സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് ഒരേ സമയം നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പുളിമാത്തുള്ള പോറ്റിയുടെ വീട്ടിൽ 4 ഉദ്യോഗസ്ഥരാണ്, EDയുടെ 4 ഉദ്യോഗസ്ഥരാണ്, ഒരു വനിതാ ഉദ്യോഗസ്ഥയടക്കം 4 ഉദ്യോഗസ്ഥരാണ് എത്തിയത്. അതിൽ പക്ഷേ സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരുടെ കാര്യങ്ങൾ ആരായുമ്പോൾ ഈ പുളിമാത്തുള്ള വീട്ടിൽ പക്ഷേ പോറ്റിയുടെ ബന്ധുക്കൾ ആരും തന്നെയില്ല. പോറ്റിയുടെ അമ്മയും മറ്റ് ബന്ധുക്കളും ബന്ധുവീടുകളിലേക്ക് പോയി എന്നാണ് അയൽവാസികൾ പറയുന്നത്. ഇപ്പോൾ ED അയൽ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിച്ച് മടങ്ങാനാണ് സാധ്യതയുള്ളത്. ബലം പ്രയോഗിച്ച് വിട്ട് തകർത്ത് കയറാനുള്ള സാധ്യതയില്ല. ഇനി അവരെ ഔദ്യോഗികമായി അറിയിച്ചതിന് ശേഷമേ പോറ്റിയുടെ വീട്ടിൽ റെയ്ഡ് നടത്താൻ സാധിക്കൂ. പോറ്റിയുടെ പുളിമാത്തെ വീട്ടിൽ റെയ്ഡിനുള്ള സാധ്യതയില്ല. ഇപ്പോൾ ആ ദൃശ്യമാണ് പ്രേക്ഷകർ വിൻഡോയിൽ കാണുന്നത്. അവിടെ ഉദ്യോഗസ്ഥർ അയൽവീടുകളിൽ നിന്നുള്ള വിവരങ്ങൾ ശേഖരിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. അത് പുളിമാത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ ദൃശ്യങ്ങൾ കാണാം, പത്മകുമാറിന്റെ വീട്ടിലെ ദൃശ്യങ്ങൾ കാണാം, പുളിമാത്തിൽ പോറ്റിയുടെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും തത്സമയം പ്രേക്ഷകർക്ക് കാണാം. വ്യത്യസ്ത ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്ന വിവിധ ഇടങ്ങളിൽ നിന്നുള്ള പരമാവധി ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് റിപ്പോർട്ടിന്റെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഒരേ സമയം 21 ഇടങ്ങളിലാണ് EDയുടെ റെയ്ഡ് നടക്കുന്നത്. വിപുലമായ റെയ്ഡാണ്. എല്ലാ ഇടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളുമായി നമുക്ക് അല്പസമയത്തിനുള്ളിൽ മടങ്ങി വരാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സമയം 7 മണി കഴിഞ്ഞ് 57 മിനിറ്റാണ്. ഇന്ന് പുലർച്ചെ 7 മണിയോടുകൂടിയാണ് ED 21 ഇടങ്ങളിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 21 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് മാത്രം 3 ഇടങ്ങളിൽ റെയ്ഡ് നടക്കുന്നു. അതിലൊന്ന് വാസുവും ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വീട്ടിൽ റെയ്ഡ്. പുളിമാത്ത് വീട്ടിലേക്ക് റെയ്ഡിന് വന്നതാണ്. പക്ഷേ പുളിമാത്തിൽ പോറ്റിയുടെ വീട്ടിൽ കയറാൻ പറ്റിയിട്ടില്ല. പോറ്റിയുടെ വീട്ടിൽ അമ്മയൊന്നുമില്ല. അവരെല്ലാവരും ബന്ധുവീടുകളിലേക്ക് മാറി എന്ന് അയൽവാസികൾ പറഞ്ഞു. അയൽവാസികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. ഒപ്പം തന്നെ തിരുവനന്തപുരത്ത് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും റെയ്ഡുണ്ട്. 21 ഇടങ്ങളിലാണ് EDയുടെ റെയ്ഡ് നടക്കുന്നത്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്.